എനിക്കറിയായിരുന്നു അവളെ വിളിച്ചോണ്ട് വരുമെന്ന്. വെറുതെ പറഞ്ഞതല്ല പ്രകാശേട്ടാ. എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. എന്നിട്ട് ഇനിയുള്ള കാലം ജയിലും. താൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ. അവൾ ഇവിടെ താമസമാക്കിയ നമ്മൾ ഇവിടെ നിന്ന് മാറും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? തീരില്ല പ്രകാശേട്ടാ, പ്രശ്നം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മള് മാറി താമസിച്ച കോടതിയിൽ പ്രകാശേട്ടനെതിരെ പലതും പറയാൻ സുജാതയ്ക്ക്. ഭാര്യയും കുട്ടികളും ഉള്ള പ്രകാശേട്ടന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നുള്ളത് സത്യമാണെന്നും ഇരിക്കെ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണ് പ്രകാശേട്ടൻ. മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനൊന്നും പറ്റില്ല. പിന്നെ കുട്ടിയുള്ള കാര്യം അത് പുറത്തറിയുന്നില്ലല്ലോ, നമ്മളത് അബോട്ട് ചെയ്യല്ലേ. പിന്നെ കുറച്ചുകൂടെ വെളുക്കണം, വെയില് കായാൻ. ഞാൻ അബോഷന് സമ്മതിക്കില്ല. എന്റെ കുട്ടിയെ ഞാൻ വളർത്തും. അച്ഛൻ പ്രകാശേട്ടനാണെന്ന് ലോകത്തെ മുഴുവൻ അറിയിച്ചോണ്ട് തന്നെ. എടോ, താൻ ഇമോഷണൽ ആവാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പരിഹാരം കാണാം. എന്ത് പരിഹാരം കാണാനാ പ്രകാശേട്ടാ? സുജാത ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം അമ്മ വീടും സ്ഥലവും വെക്കാൻ സമ്മതപത്രം തരൂല. 2 കോടി ആ CI പറഞ്ഞതുപോലെ നമുക്ക് സജിത്തിന്റെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തുമില്ല. അപ്പൊ ആ വീഡിയോ ക്ലിപ്പിംഗ്സ് നമുക്ക് കിട്ടത്തുമില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോ ഞാനെല്ലാം പറഞ്ഞു പോവും പ്രകാശേട്ടാ. പ്രകാശേട്ടനും എല്ലാം പറയും. താൻ എന്തൊക്കെയാ പറഞ്ഞു പേടിപ്പിക്കുന്നേ? പേടിപ്പിച്ചതല്ല, ഞാൻ നടക്കാൻ പോകുന്ന കാര്യ പറഞ്ഞത്. നമ്മൾ 2 പേരും അകത്തു പോവും. ഞാൻ കൊലപാതകത്തിന് കൂട്ടുനിന്നതിനും പ്രകാശേട്ടൻ ഒറ്റയടിക്ക് സജിത്തിനെ കൊന്നതിനും. എങ്ങനെയുണ്ട്? നമുക്കങ്ങ് സന്തോഷിച്ച് ജീവിക്കാം അല്ലേ? അമ്മ വിളിച്ചപ്പോ ഞാൻ തിരിച്ചു വന്നത് എന്റെ മക്കളെ ഓർത്തിട്ടാ, അല്ലാതെ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. അതെ, നീ മോഹിച്ചാല് നടക്കില്ല സുജയ്. നിന്നെ കാണുന്ന എനിക്ക് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ. സ്വയം ചെകുത്താനാണെന്ന് മനസ്സിലാക്കിയത് നന്നായി. പ്രായവും സ്ഥാനമൊന്നും ഇനി എനിക്ക് പ്രശ്നമല്ല. എന്റെ വീട്ടിൽ കയറി വന്ന ആള് കളിക്കാൻ നോക്കിയാലുണ്ടല്ലോ കൊള്ളണ്ടെങ്കിൽ ഇവിടെ വിളിച്ചോട്ട് പുറത്തോട്ട് വെക്കണം. ഒരു ആംഗളം പെക്കണം. ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്ക് നിന്നെ വേണ്ട. എന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഇന്നലെ വേണ്ട. ബന്ധം വേർപെടുത്താൻ നിങ്ങൾ എനിക്ക് തന്ന ഓല എവിടെ ഒപ്പിടണ്ടെന്ന് വെച്ചാൽ ഒപ്പിടാം. ഏത് കോടതി പോണമെങ്കിലും പോവാം. എനിക്ക് വേണ്ട നിങ്ങളെ. മനസ്സിലൊരു പ്രകാശേട്ടൻ ഉണ്ടായിരുന്നു, അയാള് മരിച്ചു. ഇനി ആ പേര് ഞാൻ പറയില്ല. ഈ നിൽക്കുന്ന മനുഷ്യനോട് ഇപ്പൊ എനിക്ക് വെറുപ്പാ, ഉറപ്പ് കലർന്ന വെറുപ്പ്. ഭർത്താവിനെ പ്രാണന് തുല്യം സ്നേഹിച്ച ഒരു പെണ്ണ് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ കളങ്കപ്പെടാത്ത ഒരു ഭാര്യ വെറുത്തു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നിങ്ങളെ ശപിച്ചു എന്നാ. എടാ, അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ പ്രകാശ? മനസ്സിലായെങ്കിൽ നീ കരുതിയിരുന്നോടാ, അവളുടെ ശാപം ഇടുത്തി പോലെ നിന്റെ തലയിൽ വന്ന് വീഴും. എന്റെ അനിയത്തി കൊച്ചെ ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാ നെഞ്ചു പടഞ്ഞ് എന്റെ കൊച്ചു സംസാരിക്കുന്ന ഞാൻ കേട്ടത്. അവളുടെ മനസ്സില് നീ മരിച്ചു എന്ന് പറഞ്ഞത് കേട്ടില്ലേ നീ? ആ വാക്കുകളിൽ തീയാ പ്രകാശ. ആ തീയിൽ ആളിക്കത്തി ദഹിച്ചു പോകും. അവസാനം വാരിയെടുക്കാൻ ഒരുപിടി ചാരമായിട്ട് പോലും നീ അവശേഷിക്കില്ല. അതെ, കാക്ക പ്രാഗിട്ട് ഒരു പോത്തും ചത്തിട്ടില്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്റെ കൊച്ചിനെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുക. എനിക്ക് നോക്കാനും സംരക്ഷിക്കാനും കഴിവില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ വന്ന് കൊരഞ്ഞു പറഞ്ഞോണ്ടാ. സങ്കടപ്പെടുത്തരുത്. അവളുടെ കണ്ണീര് വീഴുമെന്ന് ഉറപ്പായ ഒരു വാക്കെന്നെ വിളിച്ചു പറഞ്ഞാ മതി. വന്നു കൊണ്ടുപോയിക്കൊള്ളാം. ഞാൻ ഒരുപാട് വാരി കൂട്ടി വളർത്തിയതാ ഞാൻ. അവൾ എത്ര വലുതായാലും എന്റെ മനസ്സിൽ അവള് കുഞ്ഞാ. ഞാൻ നോക്കിക്കോളാം. അപ്പോ കാര്യങ്ങളുടെ കിടപ്പെങ്ങനെ വെക്കില്ലേ? ഓ, അത് പ്രകാശിന്റെ കുടുംബം നശിച്ചു സൈതേ. ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയാണ്. പിള്ളേരുടെ കാര്യം അറിയില്ല. എന്തായാലും റൂബി അവന്റെ വീട്ടിൽ കയറി താമസം തുടങ്ങി. അവൻ വിളിച്ചോണ്ട് പോയി താമസിപ്പിക്കുന്നതല്ലേ? പിന്നല്ലാതെ. അവന് കടുത്ത പ്രേമല്ലേ. അവൾ ഉടുമ്പവാക്കില്ലേ, പിടിച്ച പിടിവിടില്ല. അവന്റെ ജന്മം പാഴായി പോയി. ഞാൻ അവനോട് പറഞ്ഞതാ, നിനക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതല്ലേ, നീ പോന്ന്. കേട്ടില്ല. CI അലക്സാറ് പറഞ്ഞതിനെ നടക്കാൻ പോകുന്നത്. അടുത്ത ഏരയാ പ്രകാശനാ. സാറെന്താ പറഞ്ഞത്?
അത് വേറൊരു മാൻ മിസ്സിംഗ് കേസാ. ഉം. അതിലും റൂബിക്ക് പങ്കുണ്ടെന്ന സാറ് പറയുന്നത്. ഓ, ഞാനും ആലോചിച്ചപ്പോ ശരിയാ. കൊല്ലാൻ അറപ്പില്ലാത്ത പെണ്ണാ റൂബി. പ്രകാശനേക്കാൾ കൊള്ളാവുന്ന ഒരാളെ കാണുമ്പോ അവൾ ഇനിയും വേലി ചാടും. ഓ, അതിനെ പ്രകാശനെ എതിർത്താ ഉറപ്പാ പ്രകാശനെ കൊന്ന് കൊല വിളിക്കവള്. ഉം. എന്താ അവിടെ? ഇത് എന്റെ മുറിയാ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? ഈ മുറി ഞാൻ എന്നെ ഉപേക്ഷിച്ചതാ. എന്റെ ഒരു പെൻഡ്രൈവ് കാണുന്നില്ല, അതെവിടെ ഉണ്ടോ നോക്കിയതാ. എനിക്കൊന്ന് അകത്തേക്ക് കയറണം. കേറിക്കൂടെ? അതിന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഓ അങ്ങനെ, ശരി. അതെ, മേലിൽ ഈ വാതിൽ വിട്ട് അകത്തേക്ക് ഒരു കാൽപാദം പോലും വെക്കരുത്. എന്റെ മോഹങ്ങളും പ്രതീക്ഷകളും കരിഞ്ഞു വെണ്ണീറായി കിടക്കുന്ന ഒരു മുറിയായത്. അതിന്റെ ഗന്ധം ശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല. സീമന്തത്തിൽ സിന്ദൂരം തൊട്ട് നിങ്ങളുടെ ആയുസിന് വേണ്ടി ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. മായിച്ചു എന്നേക്കുമായി. സദാസമയം മൊബൈലിലാണോ? പഠിക്കാനൊന്നുമില്ലേ? ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. നന്നായി പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി അമ്മയ്ക്ക്. ചീത്ത കൂട്ടുകെട്ടൊന്നും കൂടി നശിക്കാതിരുന്നാ മതി. തുടങ്ങിയ ഉപദേശം കേട്ടിരിക്കാനുള്ള മൂടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിനക്ക് കേട്ടിരിക്കാനും മാത്രം ഉപദേശമൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. പക്ഷെ ഉള്ളിലുണ്ട്, എന്റെ കുഞ്ഞാണല്ലോ, വഴിതെറ്റി പോവരുതല്ലോ എന്ന്. വഴിയെറ്റിപ്പോവാൻ ഞാനെന്താ കാട് കയറി നടക്കണോ? ഷോ, അമ്മയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അമ്മയ്ക്കൊന്നും പറയാനില്ല മോളെ. നിനക്ക് നിന്റെ അച്ഛനെ അനുസരിച്ച് ഇഷ്ടം പോലെ ജീവിക്കാം. പിന്നെ അമ്മ വേറെ ഉണ്ടല്ലോ, ഉപദേശിക്കാതെയും വഴക്കു പറയാതെയും കൂടെ കൊണ്ടു നടക്കാൻ. അത്രയ്ക്കുള്ള കഴിവൊന്നും ഈ അമ്മയ്ക്കില്ല. എന്നെ ആരും കൊണ്ടു നടക്കുന്നൊന്നുമില്ല. സ്വയം ജീവിക്കാനുള്ള പ്രായം എനിക്കായി. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പക്വതയായിട്ടുണ്ട്. വളരെ നല്ലത്. പക്വതയുള്ള നിന്നോട് അറിവില്ലാത്ത അമ്മയ്ക്ക് ഒന്നും പറയാനില്ല. ആയിക്കോളൂ, അച്ഛൻ പറയുന്നത് കേട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. അമ്മ കൂടുതലൊന്നും പറയുന്നില്ല. സ്വയം ജീവിക്കാനുള്ള പ്രായമായ മാത്രം പോരാ. സ്വയം ജീവിക്കാനുള്ള പഠിപ്പും ജോലിയും വരുമാനവും കൂടി വേണം. പിന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പക്വത തീരുമാനിക്കുന്നത് നമ്മുടെ പ്രായമാണ്. ഇന്ന് പക്വതയോടെ ചെയ്തു എന്ന് വിചാരിക്കുന്ന പലതും തെറ്റുകളാണെന്ന് തിരിച്ചറിയുന്നത് നാളെയായിരിക്കും. അപ്പൊ നിരാശയുണ്ടാവും. ആ നിരാശയിൽ ജീവിതം നശിക്കാതെ നോക്കിയാൽ മതി. ഇതൊരു ഉപദേശമല്ല, മനസ്സിൽ അമ്മ കൊണ്ടു നടക്കുന്ന വാക്കുകളാ. സുജാത കയറി വന്ന് ബഹളം വെച്ചതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. പ്രകാശനൊന്നും മനസ്സിലാക്കരുത്. ഏയ്, എനിക്ക് മനസ്സിലാവും തന്നെ. ഞാനങ്ങനെ കാശുണ്ടാക്കാത്ത മാത്രമേ ഇപ്പൊ ആലോചിക്കുന്നുള്ളൂ. 2 കോടി രൂപ വേണ്ടേ? അമ്മ ഒപ്പിട്ട് തരാതെ എങ്ങനെയാ? തമ്പിൻ പ്രശ്നം മതിയാവോ? വിരലടയാളം അമ്മയുടെയോ? പിന്നല്ലാതെ. പാലിൽ 4-5 ഉറക്ക ഗുളിക പൊടിച്ചിട്ട് കൊടുക്കണം. ഉറങ്ങിപ്പറ്റോളും.
പിന്നെ പെരുവിരല് പിടിച്ച് മഷിയിൽ കുത്തി പതിപ്പിച്ചാ പോരെ. മതിയായിരുന്നു. പക്ഷെ ഒപ്പിടാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കണം അമ്മ. എന്ന് വെച്ചാ കൈ രണ്ടും പൊക്കാൻ പറ്റരുത്. ആരെങ്കിലും ചോദിച്ചാ ഉത്തരം പറയാൻ നാക്കും ഉണ്ടാവരുത്, അല്ലേ? എടോ റൂബി, താൻ എന്റെ അമ്മയെക്കുറിച്ച് പറയുന്നേ. ആ ചിന്ത ഉണ്ടാവണം. അങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മക്കൾക്ക് ഒരു ഗുണമില്ലാത്ത തള്ള എന്തിനാ ഇങ്ങനെ ഒരു ബാധ്യതയായിട്ട് ജീവിക്കുന്നത്?